തമിഴ്നാട്ടിലെ കരൂരിൽ ഇന്നലെ സംഭവിച്ചത് സിനിമ നടനും തെന്നിന്ത്യയിലെ തന്നെ സൂപ്പർ സ്റ്റാറും പാൻ സ്റ്റാറും ഒക്കെ ആയിട്ടുള്ള വിജയുടെ പാർട്ടി TVK തമിഴക വെട്രിക്കഴകം അവരുടെ ഒരു ശക്തി പ്രകടനം 2026 കേരളത്തിൽ വരാനിരിക്കുന്നത് പോലെ തന്നെ തമിഴ്നാട്ടിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. അതിന് മുന്നോടിയായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തമിഴ്നാട്ടിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ വിജയ് തങ്ങളുടെ പ്രവർത്തകരെ കണ്ടുകൊണ്ട് അവർക്ക് പല വാഗ്ദാനങ്ങളും നൽകിക്കൊണ്ട് അടുത്ത വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയാണ് കരൂരിൽ ഇന്നലെ ഒരു ദുരന്തം വന്ന് സംഭവിക്കുന്നത്. 40ഓളം ആളുകൾ ഇന്നലെ അതിൽ മരണപ്പെടുന്നു. സ്ത്രീകളും പിഞ്ചു കുട്ടികളും അടക്കം 60 വയസ്സുള്ള അമ്മയായിട്ടുള്ള ഒരു സ്ത്രീ മുതൽ 60 വയസ്സുകാരി മുതൽ ഇങ്ങോട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ 2 വയസ്സ് പ്രായമായ കുഞ്ഞു വരെ ആ ജീവൻ നഷ്ടമാകുന്ന ഒരു ഘട്ടത്തിലേക്ക് ഇന്നലെ കടക്കുകയാണ്. ഒരു ഘട്ടത്തിൽ 2026 തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായിട്ട് ഈ പറയുന്ന തളപതി വിജയ് അധികാരത്തിൽ വരുമെന്നുള്ള കണക്കുകൂട്ടലുകളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഒരു രാത്രി കൊണ്ട്, അതായത് ഇന്നലത്തെ ഒരു വൈകുന്നേരം കൊണ്ട് കാര്യങ്ങൾ ആകെ തകിടം പറയുകയാണ്. തമിഴ്നാട്ടിൽ ഈ വിജയ്ക്കെതിരെ വലിയ രൂക്ഷമായ പ്രതിഷേധങ്ങളാണ് ഉടലെടുത്തിരിക്കുന്നത്. ഇതിന് 2 വശങ്ങളുണ്ട്. 2 വശങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇന്നലെ കരൂരിൽ ഈ ഒരു ദാരുണമായ ഒരു സംഭവം നടക്കുമ്പോൾ അവിടെ വിജയെ കാണാൻ എനിക്ക് തോന്നുന്നു 1 ലക്ഷത്തോളം ആളുകൾ തടിച്ചു കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ആളുകൾ വന്ന സ്ഥലം, ഈ 1 ലക്ഷത്തിൽ വരുന്ന ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത സ്ഥലം. ഇത് നിങ്ങൾ ഇതിന്റെ ഒരു സാഹചര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ കരൂരിൽ ഇന്നലെ ഈ 1 ലക്ഷത്തോളം ആളുകൾ വന്നുകൊണ്ട് ഇങ്ങനെ ഒരു ചെറിയ സ്ഥലത്ത് ഇത്ര വലിയ ഒരു പരിപാടി നടക്കുമ്പോൾ, കഴിഞ്ഞ ദിവസം ഇതുപോലെ തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ TVKയുടെ വിജയുടെ പര്യടനങ്ങളും റാലികളും നടന്ന സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ ആൾക്കൂട്ടം കണ്ടുകൊണ്ട് മദ്രാസ് ഹൈക്കോടതി ഒരു നിരീക്ഷണം നടത്തിയിരുന്നു. ഇത്രയും വലിയ ഒരു ആൾക്കൂട്ടം വരുമ്പോൾ അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ മദ്രാസ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ബട്ട് ഇന്നലെ അവിടെ ഇത് ഉണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എത്തിയ ജനങ്ങൾ എന്ന് പറയുന്നത്, അത് എനിക്ക് തോന്നുന്നു ശരിക്കും ഒരു രാഷ്ട്രീയക്കാരനായിട്ടുള്ള ഒരു വിജയെ കാണാനല്ല അവിടെ ഇത്ര ആളുകൾ എത്തിയിട്ടുള്ളത്. അവിടെ എത്തിയിരിക്കുന്നത് വിജയ് എന്ന ഒരു സിനിമാ താരത്തെ കാണാനാണ് അവിടെ ഇത്രയും ആളുകൾ ഇന്നലെ തടിച്ചു കൂടിയത് എന്നുള്ളതാണ്. അതുതന്നെയാണ് ഇന്നലത്തെ ഈ സംഭവ വികാസത്തിൽ ഇതിന്റെ റിപ്പോർട്ടുകൾ പറയുന്നതിൽ മനസ്സിലാവുന്നത്. അവിടെ എത്തിയ ആളുകളിൽ ഒരു പകുതിയിലേറെ ആളുകളും 18 വയസ്സിന് താഴെയുള്ളവരാണ്. ഈ 18 വയസ്സിന് താഴെയുള്ളവർ എത്തുന്നത് എന്തിനാ? കാരണം അവർക്ക് രാഷ്ട്രീയപരമായിട്ട് അവർക്ക് വലിയ കാഴ്ചപ്പാടുകൾ ഉണ്ടായേക്കാം, ഒക്കെ ഉണ്ടാവാം. ബട്ട് ഈ 18 വയസ്സിന് താഴെയുള്ളവർക്ക് നമ്മുടെ രാജ്യത്ത് വോട്ടവകാശമില്ല. അപ്പോ അവർ എത്തുന്നത് എന്തിനാ? അവർക്ക് സിനിമാ നടൻ വിജയുടെ കൂടെ ഒരു സെൽഫി കിട്ടണം, അല്ലെങ്കിൽ ആ വിജയെ ഒന്ന് നേരിട്ട് കാണണം. ഇതിനു വേണ്ടിയിട്ടാണ് ഈ ആളുകൾ തടിച്ചു കൂടുന്നത്. അതിനപ്പുറത്തേക്ക് ഈ ഒരു പരിപാടിയുടെ ഇന്നലെ നടന്ന ഈ ഒരു റാലിയുടെ, ഈ TVKയുടെ റാലിയുടെ ഒരു വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ഇതിന്റെ ഒരു സത്യാവസ്ഥ എന്തെന്ന് വെച്ചാൽ, ഇവിടെ ഇന്നലെ പല അർത്ഥത്തിലുള്ള കണക്കുകൂട്ടലുകൾ എല്ലാവർക്കും പിഴച്ചിട്ടുണ്ട്. അതിപ്പോ തമിഴ്നാട് പോലീസിന് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടാവാം. അതുമായി ബന്ധപ്പെട്ട് ഈ TVKയുടെ ഈ റാലി സംഘടിപ്പിച്ച ആളുകൾക്കും ഇതിൽ വീഴ്ചകൾ സംഭവിക്കും. കാരണം കണക്കുകൂട്ടലുകൾക്ക് അപ്പുറത്തേക്ക് ആളുകൾ വരിക എന്ന് പറയുന്നത് അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. ബട്ട് അവിടെ സംഭവിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു റാലിയും ഈ ഒരു പൊതുപരിപാടിയും ഇന്നലെ നിശ്ചയിച്ചിരുന്നത് രാവിലെയാണ്. അതായത് രാവിലെ 8:30 മണിക്ക് വിജയ് എത്തുമെന്നാണ് പറഞ്ഞത്. ബട്ട് എന്നിട്ടോ വിജയ് ഇന്നലെ അവിടെ എത്തുന്നത്, കരൂരിൽ ഈ ഒരു പൊതുപരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് വിജയ് എത്തുന്നത് വൈകിട്ട് 7:30 കൂടിയാണ്. മീൻസ് ഇന്നലെ രാവിലെ 8:30 വിജയ് എത്തുമെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വിജയ് എത്തുന്നത് വൈകിട്ട് 8:30 കൂടി, 7:30 കൂടി എന്ന് പറഞ്ഞാൽ മണിക്കൂറുകൾ, 10 മണിക്കൂറുകളോളം കഴിഞ്ഞാണ് വിജയ് എത്തുന്നത്. അപ്പോഴേക്കും ഈ രാവിലെ വന്ന ആളുകൾ, ഈ തടിച്ചുകൂടിയ ആളുകൾ സ്ഥലം നഷ്ടപ്പെടുമെന്നും, അല്ലെങ്കിൽ അപ്പൊ നിന്ന സ്ഥലത്ത് നിന്ന് മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം കഴിക്കുവാനോ വെള്ളം കുടിക്കുവാനോ മൂത്രമൊഴിക്കുവാനോ
എന്തിനെങ്കിലും ഒക്കെ മാറി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ തിരിച്ച് ആ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ കഴിയില്ല എന്നുള്ള ചിന്താഗതിയിൽ ഈ 8:30 മണി മുതൽ അതിന് മുമ്പേ ആളുകൾ എത്തി തുടങ്ങി. അപ്പോ ഇന്നലെ രാവിലെ മുതൽ അവിടെ എത്തിച്ചേർന്ന ആളുകൾ ഇങ്ങനെ കാത്തിരുന്ന് ഈ തമിഴ്നാട്ടിലെ ചൂടും കൂടി ആയപ്പോ ആളുകളെല്ലാം ടയേർഡായി എന്നുള്ളതാണ്. അതിന് പുറമെ ആ തടിച്ചുകൂടിയ ആളുകൾക്കുള്ള ഭക്ഷണമോ വെള്ളമോ ഒന്നും അത് വേണ്ട വിധം അവിടെ ലഭിച്ചില്ല എന്നുള്ളതും വലിയൊരു പിഴവായിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ 7:30 മണിയായപ്പോ ഈ വിജയ് ഈ എന്താ പറയേണ്ടത് തന്റെ കാരവാനിൽ ആ മുകളിലേക്ക് കയറാൻ പറ്റുന്ന ഓപ്പൺ ചെയ്ത് ആ പ്രത്യേകം സജ്ജീകരിച്ച ആ കാരവാനിൽ അങ്ങോട്ട് ഈ ജനക്കൂട്ടത്തിന് നടുവിലേക്കാണ് കയറി വരുന്നത്. അതും മാത്രവുമല്ല, ഈ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ വിജയ് സംസാരിച്ചു തുടങ്ങുമ്പോൾ വീഡിയോകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ വിജയ് സംസാരിച്ചു തുടങ്ങിയപ്പോ ഈ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ആളുകൾക്ക് വന്നു തുടങ്ങിയപ്പോ അവിടെ ഈ വെള്ളക്കുപ്പികൾ വിജയ് എറിഞ്ഞു കൊടുക്കുകയും ആ എറിഞ്ഞു കൊടുത്ത വെള്ളക്കുപ്പി ലഭിക്കുവാനുള്ള തിക്കും തിരക്കിലുമാണ് ഈ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോ ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും കണക്കുകളിൽ പിഴവുകൾ വന്നിട്ടുണ്ട്. ഇതിലിപ്പോ നമുക്കൊരു ഇങ്ങനത്തെ ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ, കാരണം എസ്പെഷ്യലി ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി ഇയാളൊരു സിനിമാ നടനാണ്. സിനിമാ നടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൻ ഇന്ത്യയിൽ അത്രയധികം ആരാധകരുള്ള ഒരു നടനാണ്. അപ്പൊ അങ്ങനത്തെ ഒരു വ്യക്തിയെ കാണാൻ സ്വാഭാവികമായിട്ടും ഇത്തിരി തിക്കും തിരക്കും ഒക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇത്തരത്തിൽ ഈ വെള്ളക്കുപ്പി എറിഞ്ഞു കൊടുത്തപ്പോൾ അത് ലഭിക്കുവാനുള്ള ഈ തിക്കും തിരക്കിലും കൂടിയാണ് ഇന്നലെ ഈ സംഭവ വികാസങ്ങളൊക്കെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോ ഈ വീഴ്ചകൾ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. പിന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് കണക്ക് കൂട്ടിയതിലും അപ്പുറമാണ് അവിടെ ആളെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ എസ്പെഷ്യലി ഇത് ഒരു എന്താ പറയേണ്ടത്, വേറെ പ്രതിഷേധങ്ങളോ മറ്റോ ഒന്നും അല്ലാത്തത് കൊണ്ടും ഒരു ശക്തി പ്രകടനം എന്നുള്ള രീതിയിലും അവിടെ ഇത്തരത്തിലുള്ള വേറെ മറ്റുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകാത്തത് കൊണ്ടും പോലീസിന്റെ മുൻകരുതലുകളും കുറവ് തന്നെയാണ്. ബട്ട് ഇവിടെ ചർച്ചയാവുന്നത് ഇപ്പൊ എന്താണെന്ന് വെച്ചാല് 2026 തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി പദം സ്വപ്നം കണ്ട വിജയ്ക്ക് കരൂരിലെ ഈ ദാരുണമായ സംഭവം അത് വലിയൊരു തിരിച്ചടിയാവുകയാണ്. തിരിച്ചടി എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും അത് തിരിച്ചടിയാവുകയാണ്. അതുമായി ബന്ധപ്പെട്ട് മറ്റു ചില കാര്യങ്ങൾ കൂടി പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ, ഈ സംഭവങ്ങളൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ വിജയ് ഉടനടി ചെന്നൈയിലേക്ക് തിരിച്ചു പോവുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് അദ്ദേഹത്തെ ഈ ഒരു ഉത്തരവാദിത്തം ഇല്ലായ്മ അല്ലെങ്കിൽ ആ ഒരു മെച്യൂരിറ്റി കുറവ്, ഒരു രാഷ്ട്രീയക്കാരനായിട്ട് ഉണ്ടാവേണ്ട ചില മെച്യൂരിറ്റിയുടെ കുറവ്, ആ കുറവുകൾ വലിയ പ്രതിഷേധത്തിനിടയാക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം തന്നെ കാണാൻ വന്ന ആളുകൾ മരിച്ചു വീഴുമ്പോൾ, അവർ ഇത്തരത്തിലൊരു അപകടത്തിൽ പെട്ടു പോകുമ്പോൾ അവരുടെ കൂടെ നിൽക്കാതെ വിജയ് തിരിച്ച് ചെന്നൈയിലേക്ക് പോയി എന്നുള്ളതും വലിയ ചർച്ചയാവുന്നുണ്ട്. അപ്പോൾ ചർച്ചകൾ മാത്രമല്ല, തമിഴ്നാടിന്റെ പല ഭാഗങ്ങളിലും പല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ വരുന്നു. ഇന്നിപ്പോഴത് മദ്രാസ് ഹൈക്കോടതിയിൽ ഇന്നലെ ഈ സ്ഥലത്തുണ്ടായ അപകടത്തിൽപ്പെട്ട ഒരു വ്യക്തി ഒരു ഹർജി ഫയൽ ചെയ്തിരിക്കുന്നു. ഇനി മുതൽ വിജയുടെ ഇത്തരം റാലികൾക്ക് അനുമതി നൽകരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും വിജയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത്രകാലം കണ്ട സിനിമകളിൽ കണ്ട ആ രക്ഷക വേഷവും മറ്റുള്ളതും ഒന്നും ഒരു റിയലിസ്റ്റിക് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുമ്പോൾ അയാൾക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അവിടെയാണ് ഈ നമ്മുടെ എല്ലാവരുടെയും, ഇതിപ്പോ ഒരു മനുഷ്യന്മാരുടെ ഒരു പ്രശ്നമാണ്. പലതും നമ്മൾ വാഗ്ദാനങ്ങളും പലതും കേൾക്കുമ്പോൾ നമ്മൾ അതിന്റെ പുറകെ ചാടി പോകുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മള് കൊറോണയുടെ സമയത്തും അതുപോലെ വെള്ളപ്പൊക്കത്തിന്റെ സമയത്തും കിറ്റുകൾ ലഭിച്ചതിന്റെ മുകളിൽ വോട്ട് ചെയ്തിട്ട് 5 കൊല്ലം നമ്മൾ സഹിച്ച ദുരിതങ്ങൾക്കൊന്നും കയ്യും കണക്കുമില്ലല്ലോ. അപ്പൊ അത്തരത്തിൽ ഈ എന്താ പറയേണ്ടത്, ചില വാഗ്ദാനങ്ങൾക്ക് പുറകെ പോവുകയും അതിനുപരി ഒരു സിനിമാ നടനെ, ഒരു നായകനെ, ഒരു പാൻ ഇന്ത്യൻ സ്റ്റാറിനെ കാണണമെന്നുള്ള അതിയായ ആഗ്രഹത്തോടു കൂടി പിഞ്ചു കുഞ്ഞുങ്ങൾ, കൈക്കുഞ്ഞിനെ പോലും എടുത്തുകൊണ്ട് ഈ ആൾക്കൂട്ടത്തിലേക്ക് പോകുന്ന ആളുകൾ അവർ ആഗ്രഹിക്കുന്നത് വിജയുടെ ഒരു മന്ത്രി ഉണ്ടാവുക, മുഖ്യമന്ത്രി ഉണ്ടാവുക, അല്ലെങ്കിൽ വിജയുടെ ഒരു സർക്കാർ ഉണ്ടാവുക എന്നതൊന്നുമല്ല. അവരാഗ്രഹിച്ചത് വിജയെ കാണണം, വിജയുടെ കൂടെ ഒരു സെൽഫി എടുക്കണം. ഇന്നിപ്പോ നമ്മള് വാർത്താ മാധ്യമങ്ങളിൽ വിഷ്വലുകളൊന്നും ഞാൻ കാണിക്കുന്നില്ല എന്നുള്ളൂ. വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് രാവിലെ മുതൽ നമ്മൾ നിറഞ്ഞു കാണുന്നുണ്ട്. ഒരു പ്രതിശുദ്ധ വരൻ, അതുപോലെ ഒരു പ്രതിശുദ്ധ വധു ഒക്കെ അവിടെ എത്തിയപ്പോ അവർക്കൊക്കെ ആഗ്രഹം എന്താ, വിജയുടെ കൂടെ ഒരു സെൽഫി കിട്ടണം എന്നുള്ളതായിരുന്നു. അപ്പൊ ഇത്തരത്തിൽ ഒരു ഫോട്ടോക്ക് വേണ്ടി രാഷ്ട്രീയത്തിനപ്പുറത്ത് ഒരു സിനിമാ നടനെ കാണുവാൻ വേണ്ടി ഇത്തരത്തിലുള്ള തിക്കും തിരക്കും കൂട്ടലുകളാണ് ഈ ഒരു വലിയ ദുരന്തത്തിലേക്ക് കൊണ്ടു ചെന്നെത്തിച്ചത് എന്നുള്ളതാണ്. എന്താണെങ്കിലും ഈ ഒരു ദുരന്തം ഇത് വിജയുടെ ഈ രാഷ്ട്രീയ ജീവിതത്തിൽ വിജയ് തിരിച്ച് ഈ
ഈ പറയുന്ന എന്താ പറയുക സിനിമാ മേഖലയിലുള്ളവരൊക്കെ വലിയ തരത്തിൽ, അതുപോലെ ഈ TVKയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ഈ ആൾക്കൂട്ടത്തെ കണ്ടിട്ട് വലിയ തരത്തിൽ വിജയ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി പദത്തിലൊക്കെ എത്തുമെന്നുള്ള ആഗ്രഹങ്ങളും അതുപോലെ പ്രതീക്ഷകളൊക്കെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് കഴിഞ്ഞ ദിവസവും കമലഹാസന്റെ ഒരു എന്താ പറയണ്ടേ ഒരു ബൈറ്റ് ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ആൾക്കൂട്ടം ഒരിക്കലും വോട്ടാവില്ല എന്നുള്ളത്. അത് ശരി തന്നെയാണ്. കാരണം ആൾക്കൂട്ടം വോട്ടാവാത്തതിന് കാരണം ഈ ആൾക്കൂട്ടത്തിൽ വരുന്നതിൽ എനിക്ക് തോന്നുന്നു പകുതിയിലേറെ ആളുകളും 18 വയസ്സിന് താഴെയുള്ളവരാണ്. അങ്ങനെ 18 വയസ്സിന് താഴെയുള്ളവർ ഇങ്ങനെ ആൾക്കൂട്ടം കണ്ട് അതിന്റെ പുറത്ത് ഒരു രാഷ്ട്രീയ തീരുമാനവും എടുത്ത് മുഖ്യമന്ത്രിയാവാമെന്ന് കരുതി ഇറങ്ങിയ വിജയ്ക്ക് ഈ ഒരു സംഭവം, ഈ ഒരു ദുരന്തം, ഈ കരൂരിലെ ഈ ഒരു ദുരന്തം അത് വലിയ തരത്തിലുള്ള അടിയാവുകയാണ്, അത് തിരിച്ചടിയാവുകയാണ്. അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾക്ക് അത് വലിയ പ്രശ്നങ്ങളാവും. അതിനപ്പുറത്തേക്ക് തമിഴ്നാട്ടിൽ ഇത്രയും ദിവസം ഉണ്ടായ ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പോൾ നിലനിൽക്കുന്നത്. അത് വിജയ്ക്ക് എതിരാവുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിപ്പോവുകയാണ്.